ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധ പ്രഭാതത്തിലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വായന ഭാഗം യിരെമ്യാ പ്രവചനം 43 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 9-ാം വാക്യം. അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു. ദൈവസ്നേഹത്തിൻ്റെ ആഴവും പരപ്പും വ്യക്തമാകുന്നത് സഹജീവികളോടുള്ള കരുതലും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിലൂടെയാണ്. ഇവിടെ യേശു അംഗപരിമിതനായ അഥവാ വ്യത്യസ്ത കഴിവുകൾക്കുടമയായ ഒരു മനുഷ്യന് സൗഖ്യം നൽകുന്നു. ആരാധനയുടെ പശ്ചാത്തലത്തിലാണ് സൗഖ്യപ്പെടുത്തൽ നടക്കുന്നത്. എന്താണ് ആരാധന? ക്രിസ്തുവിലേക്കുള്ള മിഴി തുറക്കലാണ് ആരാധന. ആരാധന ദൈവത്തിങ്കലേക്കുള്ള സഞ്ചാരമാണ്. ദൈവമഹത്വത്തിൻ്റെ ധന്യമായ നിറവിൽ ജീവിതത്തെ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ആരാധന. ഈ ആരാധനയിൽ അപരനെയും കരുതുമ്പോഴാണ് നമ്മുടെ ആരാധനകൾ അർത്ഥവത്തായി തീരുന്നത്. ഇവിടെ യേശു ആ വരണ്ട കൈയുള്ള മനുഷ്യനെ കരുതിയത് അഥവാ സൗഖ്യം നൽകിയത് സംഘർഷത്തിൻ്റെ അനുഭവത്തിലേക്കാണ് എത്തിക്കുന്നത്. ഈ സൗഖ്യമാക്കലിലൂടെ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ആരാധനാ സമൂഹം മറന്നു പോകുന്ന മുറിവേറ്റ മനുഷ്യൻ. ആരാധനാ വൃന്ദം ആൾക്കൂട്ടമായി മാത്രം മാറുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആരാധനയുടെ ആത്മനിർവൃതിയിൽ ആത്മാവിൻ്റെ മുറിവുകളെ കാണാതെ പോകുന്ന ഭക്ത ജനസമൂഹത്തെ നമുക്കിവിടെ കാണാം. മുറിവുകളേറുന്ന കാലമാണിത്. അങ്ങനെ ഏറുന്ന മുറിവുകളും ഏറ്റെടുക്കുവാൻ ഒരാളുമില്ലാതെ പോകുന്ന എത്രയെത്ര ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. നിസ്സംഗതയും നീതി വറ്റിയ നിലപാടും മുറിവേറ്റവൻ്റെ അഥവാ വരണ്ട കൈയുള്ള മനുഷ്യൻ്റെ മുമ്പിൽ ക്ഷതങ്ങളായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ന്യായപ്രമാണവും ആ മുറിവേറ്റവൻ്റെ നേരെ കണ്ണടയ്ക്കുന്നതായി നമുക്ക് തോന്നിപ്പോകുന്ന അവസ്ഥകൾ. അവൻ്റെ നേരെ തുറക്കുവാൻ കരുണയുള്ള കണ്ണുകൾ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. വരണ്ട കൈയുള്ള മനുഷ്യൻ്റെ ചുറ്റിലും വരണ്ട മനസ്സുള്ള ജനം തിങ്ങിക്കൂടിയിരിക്കുന്നു. അവനെ മനസ്സിലാക്കുവാനോ ചേർത്ത് പിടിക്കുവാനോ അവിടെ ആരും മുതിരുന്നില്ല. ഇവിടെ ഈ മനുഷ്യനിൽ നിന്നും ഏറെ അകലെയാണ് അവിടുത്തെ ആരാധനാ സമൂഹം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. രണ്ടാമതായിട്ട്, മുറിവേറ്റവന് പരിഹാരം നൽകുന്ന ക്രിസ്തു. പരിക്കേറ്റവൻ്റെ ഒരു പരിഹാരമാണ് ക്രിസ്തു. മുറിവേറ്റവൻ്റെ അടുത്തൊരു ദൈവമുണ്ടെന്ന് നാം മറന്നു പോകരുത് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരാളും ഒറ്റപ്പെട്ടു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഇടമാണ് ദേവാലയം. തിരുനിവാസത്തിൻ്റെ മറവിടമായതിനാൽ ആലയത്തിൽ ആരും ഒറ്റപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ആ മനുഷ്യൻ്റെ മൗന നൊമ്പരങ്ങളിലേക്ക് ക്രിസ്തു നടന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ശബത്തിൽ അരുത് എന്ന പരീശ മനോഭാവമല്ല ഇവിടെ ക്രിസ്തു കാണിക്കുന്നത്. വരണ്ട കരമാണുള്ളതെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ അഗാധ മുദ്രകൾ പതിഞ്ഞു കിടക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എഴുന്നേറ്റ് നടുവിൽ നിൽക്ക എന്ന് യേശു കർത്താവ് അവനോട് പറയുന്നു. കാരണം വൈകല്യമുള്ളവർക്ക് അത് സമൂഹത്തെ കാണിക്കുവാൻ നാണമാണ്. എന്നാൽ ആ സമൂഹത്തിന് മുന്നിൽ അത്രയും നാൾ അവഗണിക്കുകയും നിരാകരിക്കുകയും കഠിന സമ്മർദ്ദത്തിൽ തല കുനിപ്പിച്ച് നിർത്തുകയും ചെയ്തവരുടെ മധ്യത്തിൽ ക്രിസ്തു അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ആരാധനാ അനുഭവങ്ങൾ ഇന്ന് എപ്രകാരമാണ്? ക്രിസ്തുവിൻ്റെ കരങ്ങളായി പ്രവർത്തിക്കുവാൻ നമുക്ക് ഇന്ന് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനാ അനുഭവങ്ങൾ അപരൻ്റെ മുറിവുകൾ ഉണക്കുന്നതായിട്ട് തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മുറിവേറ്റവൻ്റെ അടുക്കലൊരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുവാനും മുറിവേറ്റവൻ്റെ നൊമ്പരങ്ങളിൽ സഹായഹസ്തമാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.